2024 NEET examination question. In a uniform magnetic field of 0.049 Tesla, a magnetic needle performs 20 complete oscillations in 5 seconds as shown. Magnetic field തന്നിരിക്കുന്നു 0.049 ടെസ്ല. അതിന് നമുക്ക് 49 into 10 power minus 3 ടെസ്ല എന്ന് എഴുതാം. ടൈം പീരീഡ് ഓഫ് ഓസിലേഷൻ നമുക്ക് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാം. 20 ഓസിലേഷൻസിന് 5 സെക്കൻഡുകൾ എടുക്കുന്നു. ഓരോ ഓസിലേഷൻ എടുക്കുന്ന സമയം ടോട്ടൽ ടൈം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഓസിലേഷൻസ് 5/20 എന്ന് കിട്ടും. ടൈം പീരീഡിനെ നമുക്ക് 5/20 എന്ന് എഴുതാം, അല്ലെങ്കിൽ 1/4 സെക്കൻഡ്സ് എന്ന് കിട്ടി. ഇനി മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദ നീഡിൽ 9.8 into 10 raised to minus 6. മൊമെന്റ് ഓഫ് ഇനേഷ്യ 9.8 into 10 raised to minus 6 നമുക്ക് 98 into 10 power minus 7 എന്ന് എഴുതാം. ഇനി മാഗ്നിറ്റ്യൂഡ് ഓഫ് മാഗ്നറ്റിക് മൊമെന്റ് ഓഫ് ദ നീഡിൽ ഇസ് x into 10 raised to minus 5. നമുക്കിവിടെ ടൈം പീരീഡിന്റെ ഇക്വേഷൻ, ടൈം പീരീഡ് ഓഫ് ഓസിലേഷൻ ഫോർ എ ബാർ മാഗ്നറ്റ്, അതിന്റെ ഇക്വേഷൻ 2π into root of I/mb ആണ്. ഇതിനെ ഒന്ന് സ്ക്വയർ ചെയ്താൽ റൈറ്റ് സൈഡിലെ സ്ക്വയർ റൂട്ട് മാറ്റാം. t സ്ക്വയർ is equal to 4π square I/mb. നമുക്കിവിടെ കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് മാഗ്നറ്റിക് മൊമെന്റ് ആണ്. ഞാൻ ഇതിനെ ലെഫ്റ്റ് സൈഡിലേക്ക് എടുക്കാം. m is equal to 4π square I/bt square. ഇനി ഓരോ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 4π square into I വാല്യൂ ഇവിടെ ക്വസ്റ്റനിൽ തന്നിരിക്കുന്നത് 98 into 10 power minus 7 എന്നാണ്. സോ 98 into 10 power minus 7 ഡിവൈഡഡ് ബൈ മാഗ്നറ്റിക് ഫീൽഡ് 49 into 10 raised to minus 3. അതും ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 49 into 10 raised to minus 3 into t സ്ക്വയർ. ടൈം പീരീഡ് ഇവിടെ 1/4 എന്ന് കിട്ടി. അതിനെ സ്ക്വയർ ചെയ്താൽ 1/4 സ്ക്വയർ 1/16 ആവും. ഓക്കെ, 49 98 കട്ട് ചെയ്യുമ്പോൾ 2, 16 ന്യൂമറേറ്ററിലേക്ക് പോയാൽ 16 into 2 32, 32ഉം 4π സ്ക്വയറും കൂടി 128π സ്ക്വയർ into 10 power minus 7, 10 power minus 3. അവർ രണ്ടുപേരും ചേർന്നാൽ 10 power minus 4. പക്ഷേ ഇവിടെ ക്വസ്റ്റനിൽ തന്നിരിക്കുന്നത് 10 raised to minus 5 ആണ്. നമുക്കൊരു പ്ലേസ് കൂടെ ഇവിടെ ആഡ് ചെയ്യാം. 1280π സ്ക്വയർ into 10 power minus 5. ഇനി ആൻസറിൽ നോക്കിയാൽ x into 10 raised to minus 5, x എന്ന് പറയുന്നത് എന്തായിരിക്കണം? 1280π സ്ക്വയർ ആയിരിക്കണം. ഇവിടെ കറക്റ്റ് ഓപ്ഷൻ 4.